ആമേ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ ബിജു ഡൊമിനിക് അവരെ ക്ഷണിക്കുക. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിൽ ശ്രേഷ്ഠ അഭിഷിക്തൻ കർത്താവിൻ്റെ ദാസൻ വിനു പാസ്റ്റർ കുടുംബം, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, കടന്നു വന്ന ദൈവജനം, ഓൺലൈനിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. വളരെ വേഗം ദൈവവചനത്തിലേക്ക് പ്രവേശിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ധ്യാനിക്കാം. 66-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 66-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മതി. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് പകൽ എന്നോടൊന്ന് സംസാരിക്കണമേ, ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ നയിക്കണമേ. കർത്താവ് എന്തിനായി ഈ വചനം ഇന്ന് പകൽ ഞങ്ങൾക്ക് തന്നോ അതേ ആ ശക്തി കർത്താവെ ഞങ്ങളുടെ മേലങ്ങ് പകർന്ന്, ഹല്ലേലൂയ, ആ വിടുതൽ ഞങ്ങളുടെ മേൽ പകർന്ന് ഇന്ന് പകൽ സന്തോഷത്തോടെ മടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്തായി ഇത് വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ഇന്ന് പകൽ കർത്താവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ദൈവസഭയുടെ മേൽ അങ്ങ് അയക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വർഗം ഞങ്ങളോട് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം വായിച്ച വാക്യം ഇപ്രകാരമാണ്: നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവസഭയായി ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു വചനമാണിത്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം? നമുക്കറിയാം, ആ കാലഘട്ടം യുദ്ധങ്ങളുടെ കാലഘട്ടങ്ങളാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ. ഈ യുദ്ധസമയത്ത് ഒരു ഭാഗത്തുള്ള ആളുകൾ പരാജിതരായി എന്ന് അവർക്ക് ബോധ്യം വരുമ്പോൾ അവർ കവിണ്ണ് നിലത്തേക്ക് കിടക്കും. അവർ കവിണ്ണ് നിലത്തേക്ക് കിടക്കുമ്പോൾ ഇവരുടെ എതിർ സൈഡിലുള്ള ആളുകൾ, കാലാളുകൾ, ഇവർ ഓടി വന്ന് ഈ വീണ് കിടക്കുന്നവരുടെ തലയുടെ മുകളിലൂടെ ചവിട്ടി അവർ ഓടിപ്പോകും. അതിനാണ് തലമേൽ കയറി ഓടുമാറാക്കി എന്ന പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഇവിടെ തലമേൽ കയറി ഓടുവാൻ അനുവദിച്ചത് ദൈവമാണ്. ദൈവം അനുവദിച്ചിട്ടാണ് ഇവരുടെ തലമേൽ കയറി അവർ ഓടുവാനിടയായി തീർന്നത്. ഇന്ന് പകൽ ഇതിൽ നിന്നൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഈ ദിവസങ്ങളിൽ നിന്റെ തലമേൽ കയറി ചില മനുഷ്യർ ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് നീ അറിയണം. എല്ലാ കാലത്തും നിന്റെ തലയിലൂടെ കയറി ഓടുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്നും ഇന്ന് പകൽ നീ അറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയോ. ഏതൊക്കെ മേഖലകളിൽ നിന്നെ പരാജയപ്പെടുത്തണമെന്ന് പിശാച് ആഗ്രഹിച്ചോ, ഏതൊക്കെ മേഖലകളിൽ നിന്നെ തകർത്ത് കളയാൻ മനുഷ്യർ പദ്ധതിയിട്ടോ, ആ മേഖലകളിൽ തന്നെ നിനക്കൊരു മാന്യതയൊരുക്കാൻ ദൈവത്തിന് പദ്ധതി. എവിടെയൊക്കെ നിന്നെ തകർക്കാൻ ശത്രു പദ്ധതി വെച്ചിട്ടുണ്ടോ, ആ മേഖലകളിൽ തന്നെ ഒരു ദൈവ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക.
ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് അവരെൻ്റെ തലമേൽ കയറി ഓടുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച എന്ന് ചോദിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് വിളിച്ചു പറയുക, ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. ദൂതുകൾ മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളില്ലേ, തകർച്ചകളില്ലേ, ഒറ്റപ്പെടുത്തലുകളില്ലേ, പഴിചാരലുകളില്ലേ, അപവാദങ്ങളില്ലേ, അതിനൊരു സമയമുണ്ട്. അത് അവസാനിക്കാൻ സമയമായെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. എനിക്കിന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന് നടുവിൽ ചിലരെ നോക്കി ശക്തമായി ദൈവാത്മാവ് വിളിച്ചു പറയുക, എന്തുകൊണ്ടാ ദൈവമേ ഈ പ്രതിസന്ധി? എന്തുകൊണ്ടാണ് ഈ തകർച്ച? എന്തുകൊണ്ടാണ് ഈ നിരാശ എന്ന് നീ ചോദിക്കുന്ന ചില മേഖലകളില്ലേ, ആ മേഖലകളെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ തലമേൽ കയറി ഓടുമാറാക്കിയത് ദൈവമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുമുണ്ട്. ഒന്ന് പത്രോസിൻ ലേഖനം 4-ാം അധ്യായം അതിന് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 4:12 വായിച്ചു കേൾക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പരീക്ഷകൾ എന്തിനാ വരുന്നേ? നിന്നെ ഒരു അഗ്നിശോധനയിലൂടെ കടത്തിവിടുകയാ. അഗ്നിശോധന എന്ന് പറയുന്നത് ചെറിയൊരു ശോധനയല്ല കേട്ടോ. ഹല്ലേലൂയ. ശക്തമായി ചൂടുള്ള തീക്കകത്തൂടെ ഒരു പൊന്നിനെ കയറ്റി ഇറക്കി പുറത്തു കൊണ്ടുവരുന്നത്, അതിനകത്തെ കീടങ്ങൾ കളഞ്ഞ് ഒരു നല്ല പൊന്നാക്കി എടുക്കാൻ എന്നതുപോലെ ദൈവം അനുവദിക്കുന്ന ചില പരീക്ഷകളുണ്ട്, ദൈവം അനുവദിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്, ദൈവം അനുവദിക്കുന്ന ചില തകർച്ചകളുണ്ട്. ആ തകർച്ചകൾ നിന്നെ അവസാനിപ്പിക്കാനല്ല, നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയാനല്ല, അതിന്റെ നടുവിൽ നീ പൊന്നുപോലെ പുറത്തു വരാൻ. ഓ ഇന്ന് പകൽ ചില വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുക, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധിയില്ലേ, അത് വെറുതെയല്ല, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ. ചില നഷ്ടങ്ങൾ നീ അനുഭവിച്ചില്ലേ, ചില തകർച്ചകൾ നീ അനുഭവിച്ചില്ലേ, ചില ഒറ്റപ്പെടലുകൾ നീ അനുഭവിച്ചില്ലേ, പക്ഷം ചേർന്ന് പഴിചാരിയില്ലേ, എന്നാൽ ഈ ദിവസങ്ങൾ നീ അറിയുക, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പരീക്ഷയ്ക്കായി സംഭവിച്ച അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മൾ ചോദിക്കത്തില്ലേ, ദൈവമേ എനിക്കെന്താ ഇങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? ഞാൻ പ്രാർത്ഥിക്കുന്നയാളല്ലേ, ഞാൻ ഉപവസിക്കുന്നയാളല്ലേ, ഞാൻ ദശാംശം കൊടുക്കുന്നയാളല്ലേ, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നയാളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ എന്ന് നാം പലപ്പോഴും ചോദിക്കാറില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറയുന്നത് ഒരു അപൂർവ കാര്യം. എന്ത് കാര്യം? ഒരു അപൂർവ കാര്യം. അപൂർവ കാര്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സാധാരണഗതിയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ നിൽക്കുന്നു, എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് ഇവിടെ എടുത്തു പറയുന്നത് ഒരു അപൂർവ കാര്യം വന്നു കൂടി എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. ഇത് അപൂർവ കാര്യമല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. ഇന്ന് പകൽ ചിലരെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുക, ഇത് അപൂർവ കാര്യമല്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നീ തകർന്നത്, നിനക്ക് ചില നഷ്ടങ്ങൾ വന്നത്, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലത് വേർപെട്ടു പോയത്, ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഇത് അപൂർവ കാര്യമല്ല.
ഇതൊരു പരീക്ഷാഘട്ടമാണ്. എന്നാൽ എല്ലാ കാലത്തും പരീക്ഷാഘട്ടങ്ങളല്ല. ഈ പരീക്ഷാഘട്ടം കഴിഞ്ഞ് നീ കയറിപ്പോകുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഈ സങ്കീർത്തന ഭാഗത്ത് 66-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് പ്രാരംഭ വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? ഞങ്ങൾ തീയിലും വെള്ളത്തിലും ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. മനുഷ്യർ ഞങ്ങളുടെ തലമേൽ കയറി ഓടി. ഞങ്ങൾ തീക്കകത്തൂടെയും വെള്ളത്തിനകത്തൂടെയും ഞങ്ങൾ കടക്കേണ്ടി വന്നു. നിങ്ങൾ ചിന്തിക്കൂ, ഇതൊക്കെ നിസ്സാരമായ ഒരു കാര്യമാണോ? ഒന്നാമത് സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ പരാജിതരായി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? പരാജയം സംഭവിച്ചു. ഒരു രാജ്യത്തിന് മുൻപിൽ ഞങ്ങൾ തോറ്റു. അതുകൊണ്ട് ഞങ്ങൾ നിലത്തേക്ക് കവിണ്ണു വീണു. അവിടെ കൊണ്ട് തീർന്നില്ല, ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ മനുഷ്യർ കയറി ഓടി. ഇനി തീർന്നോ? ഇല്ല. തീക്കകത്തൂടെ ഞങ്ങൾ കടന്നുപോയി, വെള്ളത്തിനകത്തൂടെ ഞങ്ങൾ കടന്നുപോയി. നോക്കണേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും തീവ്രമായ അവസ്ഥയിലൂടെ അവർ കടന്നുപോയി. എന്നാൽ അടുത്ത വാക്കിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയാ, എങ്കിലും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എങ്കിലും. ഞങ്ങളുടെ തലമേൽ കൂടെ മനുഷ്യൻ നടന്നു എങ്കിലും, തീയിലൂടെ ഞങ്ങൾ കടന്നു എങ്കിലും, വെള്ളത്തിലൂടെ ഞങ്ങൾ കടന്നു എങ്കിലും, അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ചു. എല്ലാരും പറഞ്ഞേ, അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ചു. ആളുകൾ ഞങ്ങളുടെ തലമേൽ കയറി ഓടി, ശരിയാണ്. ഞങ്ങൾ തീയിലൂടെ കടന്നു, ശരിയാണ്. ഞങ്ങൾ വെള്ളത്തിലൂടെ കടന്നു, ശരിയാണ്. എങ്കിലും അവിടം കൊണ്ട് ഞങ്ങൾ തീർന്നു പോയില്ല, അവിടം കൊണ്ട് ഞങ്ങൾ അവസാനിച്ചു പോയില്ല. അതിനപ്പുറത്തൊരു സമൃദ്ധിയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ഇന്ന് പകൽ ദൈവാത്മാവിന് നിന്നോട് പറയാനുള്ള ദൂത, ഇന്ന് നിന്റെ തലമേൽ കയറി ആളുകൾ ഓടുന്നില്ലേ? നീ തീക്കകത്തൂടെയും വെള്ളത്തിലൂടെയും കടന്നു പോകുന്നില്ലേ? എന്നാൽ അവിടം കൊണ്ട് തീരില്ല കേട്ടോ. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, അവിടം കൊണ്ട് അവസാനിക്കില്ല. അതിനപ്പുറത്തൊരു സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ കയറ്റിക്കൊണ്ടു പോകാൻ പോവുകയാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ജോസഫ് ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം കണ്ടതേ ഉള്ളൂ. അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന സഹോദരങ്ങള് തനിക്കെതിരായി. 10 പേർ സംഘം ചേർന്ന് ഒരുവനെതിരായി. അവൻ കണ്ട സ്വപ്നം എന്താകുമെന്നറിയാൻ അവരാഗ്രഹിച്ചു. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് അവർ തള്ളിയിടുക. നിങ്ങൾ നോക്കണമേ, ഒരു കുഴപ്പവും ഇല്ലായിരുന്ന ഒരുത്തനാ. അവൻ ഒരിക്കലൊരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഇവരെല്ലാം വന്ന് തന്നെ നമസ്കരിക്കുന്നു എന്നൊരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ, ഹല്ലേലൂയ, അവനെ ഇപ്പോൾ ഇവരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തുക. കുഞ്ഞേ, നീ ഒരു ദൈവ പൈതലായി തീർന്നതിൻ്റെ പേരിൽ, ദൈവവുമായി ഇടപെടലുള്ള വ്യക്തി എന്നുള്ള നിലയിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നീ തകർന്നു പോകരുത് കേട്ടോ. നീ നിരാശപ്പെട്ടു പോകരുത്. ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്താം. ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന 10 സഹോദരങ്ങൾ ഒരുമിച്ച് ജോസഫിനെ ഒറ്റപ്പെടുത്തിയിട്ടും ജോസഫ് അവസാനിച്ചു പോയില്ല കേട്ടോ. അവന്റെ അങ്കി അവർ പറിച്ചുരിഞ്ഞെടുത്തു. നിങ്ങൾ നോക്കണമേ, ഇഷ്ടപുത്രന് വേണ്ടി അപ്പനുണ്ടാക്കി കൊടുത്ത ആ ശ്രേഷ്ഠമായ അങ്കി സ്വന്തം സഹോദരന്മാർ ഊരിയെടുത്തപ്പോ ഇവരറിഞ്ഞില്ല, സ്വർഗത്തിലെ ദൈവം ജോസഫിന് വേണ്ടി മറ്റൊരു കുപ്പായം തയ്ക്കുകയായിരുന്നു. അതൊരു സാധാരണ കുപ്പായമല്ല, സ്വർഗം കൊടുത്ത കുപ്പായം. അതൊരു മന്ത്രി കുപ്പായമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്ന് ഞാൻ വിളിച്ചു പറയാം, ഈ ലോകത്തിന്റെ നിന്റെ ചില നന്മകൾ അവർ ഊരി മാറ്റുമ്പോൾ, അവരെടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ഒന്ന് തയ്പ്പിക്കുന്നുണ്ട്. അത് സാധാരണമായൊരു അങ്കിയല്ല, അത് സ്വർഗീയമായൊരു അങ്കിയാണ്. അതൊരു മന്ത്രി കുപ്പായമാണ്.
ഉടരാമനയാർഗന ഹസ്തൽ ജരാദിയാനക വൈഡബാ റബൽ ഖമന ഘടക ശന്തൽ മനാദിയാ റഗൽ ഖമന ഘടക. ഹല്ലേലൂയ. 10 പേർ സംഘം ചേർന്ന് ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ തലയിൽ കയറി ഓടി. ഹല്ലേലൂയ. അവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാൻ അവന്റെ തലമേൽ കയറി അവരോടി. എത്ര വർഷമാണെന്നറിയോ? 13 വർഷം ജോസഫ് ഈ പ്രതിസന്ധി അനുഭവിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത പ്രാപിച്ചോ എന്ന് പറഞ്ഞ ഉടനെ കിട്ടുമെന്ന കിട്ടുകയല്ല. 13 വർഷം ജോസഫ് ഈ പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയി. ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനം അല്ലെന്ന്, റിസീവ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനം അല്ലെന്ന്, ഇത് നീ കടന്നു പോകേണ്ട ഒരു മേഖലയുണ്ട്. നീണ്ട 13 വർഷങ്ങൾ ജോസഫ് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നാൽ 13 വർഷം കഴിഞ്ഞപ്പോ ജോസഫ് അവസാനിച്ചില്ല. നീണ്ട 80 വർഷം ദൈവം അവനെ ഉയർത്തി നിർത്തി. എന്താ അതിന്റെ പിന്നിലെ കാരണം എന്നറിയാമോ? ജോസഫേ, 13 വർഷം നിന്റെ സ്നേഹിതന്മാർ, നിന്റെ സ്വന്തക്കാർ, നിന്റെ ബന്ധുക്കൾ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, നിന്റെ സ്നേഹിതർ, ഇവരെല്ലാം നിന്നെ കൈവിട്ടെങ്കിൽ അതിന്റെ 6 ഇരട്ടി ഞാൻ നിനക്ക് മടക്കി തരികയാണ്. 80 വർഷം നീ മിസ്രയീമിൽ ഭരിക്ക്. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. യോസഫിന്റെ നീണ്ട 13 വർഷങ്ങൾ വലിയ പ്രതിസന്ധികളിലൂടെ അവൻ കടന്നുപോയി. വലിയ തകർച്ചകളിലൂടെ കടന്നുപോയി. പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിടുന്നു. അവിടെ നിന്ന് അടിമയായി അവനെ വിട്ടയക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം പോത്തിഫറിന്റെ ഭവനത്തിലെത്തുന്നു. അതിനുശേഷം കാരാഗൃഹത്തിലെത്തുന്നു. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദർശനം, എല്ലാവരും എന്നെ നമസ്കരിക്കുമെന്ന്. പക്ഷെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ അതിനെതിരായുള്ള കാര്യങ്ങൾ. പക്ഷെ ജോസഫ് വിട്ടുകൊടുത്തില്ല കേട്ടോ. ജോസഫ് വിട്ടുകൊടുത്തില്ല. യോസഫിനെ കുറിച്ച് അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. അവൻ കൃതാർത്ഥനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. എന്തിൽ? ദൈവം എന്നോട് പറഞ്ഞ കാര്യത്തിൽ ദൈവം ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് ജോസഫിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ജോസഫ് ഇട്ടെറിഞ്ഞിട്ട് പോയില്ല കേട്ടോ. പ്രതിസന്ധിയുടെ കഠിനമായ ചൂളയിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, നീ ഇട്ടെറിഞ്ഞു പോകണ്ട കേട്ടോ. ഇതിന്റെ കഷ്ടത അവസാനിക്കാൻ സമയമായി. നിന്റെ പ്രതിസന്ധികൾ തീരാൻ സമയമായി. നിന്റെ ഒറ്റപ്പെടൽ തീരാൻ സമയമായി. നിന്റെ സകല തകർച്ചകളും തീരാൻ സമയമായി എന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയുടെ വണ്ടിച്ചക്രങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലൂടെ പതിയെ 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 കറങ്ങി ചലിക്കാൻ തുടങ്ങി. സാധാരണ വഴികളല്ല കേട്ടോ, കനൽ വഴികളിലൂടെ ജോസഫിന്റെ ജീവിതയാത്ര പതിയെ 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 മുമ്പോട്ട് പോയി. എത്ര വർഷമാ? 13 വർഷം. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, അത് മാറുമ്പോൾ മറ്റൊന്ന്, അത് മാറുമ്പോൾ മറ്റൊന്ന്. ജീവിതത്തിൽ തുടർമാനമായ പ്രതിസന്ധികൾ ജോസഫ് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. 13 വർഷം അവൻ്റെ കയ്യോ കാലോ ചലിപ്പിക്കാനാവാതെ ജോസഫ് ഒരുപാട് കഷ്ടം അനുഭവിച്ചു. എന്നാൽ 13 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, എടാ, ഇനിയുള്ള 80 വർഷമില്ലേ, നീ പറയാതെ മിസ്രയീമിൽ ഒറ്റയൊരുത്തൻ കയ്യോ കാലോ ചലിപ്പിക്കത്തില്ല. കാരണം 13 വർഷം നിന്നെ കെട്ടിവെച്ചിരുന്നത്, ആ അധികാരം നിന്റെ മേൽ ഞാൻ തരികയാ. മിസ്രയീമിൽ ഒരു കുഞ്ഞെങ്കിലും അനങ്ങണമെങ്കിൽ നീ അറിയണം. ഒരു വ്യക്തിയുടെ കയ്യോ കാലോ ചലിക്കണമെങ്കിൽ നീ അറിയണം. ഇന്ന് പകൽ കുഞ്ഞെ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ 6 മടങ്ങ് നന്മ ദൈവം നിന്റെ മേൽ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നയുടെ 13 കൊല്ലങ്ങൾക്ക് പകരം ദൈവിക മാന്യതയുടെ 6 മടങ്ങ് 80 വർഷങ്ങൾ യോസഫിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. യോസഫ് അവിടം കൊണ്ട് തീർന്നു പോയിരുന്നെങ്കിലോ, പൊട്ടക്കിണറ്റി വെച്ച് അവസാനിപ്പിച്ച് പോയായിരുന്നെങ്കിലോ, എൻ്റെ പൊട്ട സ്വപ്നം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് സഹോദരന്മാരോട് മാപ്പ് പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോകാം എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ അവന് നന്മ അനുഭവിക്കുവോ? ഇല്ല. ചരിത്രം അറിയാവുന്നവർക്കറിയാം,
ജോസഫ് കടന്നുപോയ പ്രതിസന്ധികൾ തീവ്രമായിരുന്നു. പക്ഷെ ജോസഫ് അവിടെ ഒന്നും വിട്ടുകൊടുത്തില്ല കേട്ടോ. വിട്ടുകൊടുക്കരുത്. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തി കാണുവോളം, നീ അതിന്റെ നന്മ അനുഭവിക്കുവോളം, നീ അതിന്റെ സമൃദ്ധിയിലേക്ക് എത്തുവോളം ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നീ വിട്ടുകൊടുക്കരുത്. കാരണം നിന്നയുടെ 13 കൊല്ലങ്ങൾക്ക് പകരം ദൈവിക മാന്യതയുടെ 6 മടങ്ങ് തിരികെ കൊടുത്ത് ദൈവം ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. കാരണം എന്തെന്നറിയാമോ? അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. കേവലം സ്വപ്നങ്ങൾ കാണുന്നവർക്ക് യാതൊരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല. നമ്മളെല്ലാം സ്വപ്നങ്ങൾ കാണുന്നവരല്ലേ? നമ്മളെല്ലാം ഒത്തിരി സ്വപ്നങ്ങൾ കാണാറില്ലേ? നമ്മൾ കാണുന്ന സ്വപ്നം എന്താ? ആന കുത്താൻ വരുന്നതും, സിംഹം കടിക്കാൻ വരുന്നതും, പുലിയിട്ട് ഓടിക്കുന്നതും, പട്ടി കടിക്കാൻ വരുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്ന സ്വപ്നം. പക്ഷേ ജോസഫ് കണ്ട സ്വപ്നം ദൈവം കൊടുത്ത സ്വപ്നമാണ്. ദൈവം കൊടുത്ത സ്വപ്നമുള്ളവന് ജീവിതത്തിൻ്റെ കനൽ വഴികളുണ്ട്. ജീവിതത്തിൻ്റെ കനൽ വഴികളില്ലാത്തവന് ദൈവ സ്വപ്നങ്ങൾ കൊടുക്കാറില്ല കേട്ടോ. ആ കനൽ വഴികളിലൂടെ കടന്നു പോകാൻ നിനക്ക് പ്രാപ്തിയുണ്ടെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു സ്വപ്നം ദൈവം തരത്തുള്ളൂ. ആ ദൂത് മനസ്സിലായവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. ചില വ്യക്തികൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ, ദൈവമേ അവരുടെ സ്ഥാനത്ത് ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഓ ഇല്ല. സ്തോത്രം. 2 വാക്കുകളാണ് ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നത്. ഒന്ന് സിമ്പതി, 2 എമ്പതി. സിമ്പതിയുണ്ട്, എമ്പതിയുണ്ട്. എന്താണ് 2 വാക്ക്? സിമ്പതിയും എമ്പതിയും. സിമ്പതി എന്താ? ഒരാളുടെ കഷ്ടത കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സങ്കടം. പാവം, അവൻ അതിനകത്തൂടെ കടന്നു പോകുന്നല്ലോ. അത് ഏകദേശം ഒരു 90% മനുഷ്യർക്കും ഉള്ളതാണ്. അതും ഇല്ലാത്ത 10% ഉണ്ട് എന്നും കൂടെ ഓർത്തോണം. അപ്പൊ സിമ്പതി എന്ന് പറയുന്ന സാധനം മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എമ്പതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ എമ്പതിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? എമ്പതിയുടെ പ്രത്യേകത, ഒരു വ്യക്തി ഒരു കഷ്ടം അനുഭവിക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയിൽ കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക, അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അതായത് അവന്റെ സ്ഥാനത്ത് എന്നെ കാണുന്ന അവസ്ഥയുണ്ടല്ലോ, അതിന് പറയുന്ന എമ്പതി എന്ന പദം. അവന്റെ സ്ഥാനത്ത് ആ പ്രതിസന്ധി അനുഭവിക്കുന്നവൻ ഞാനായിരുന്നെങ്കിൽ, ആ മനോഭാവത്തോടെ അവനെ സമീപിക്കുന്നതിന്റെ പേരാണ് എമ്പതി. ഇതാണ് യേശു നമ്മളോട് കാണിച്ചത്. നാം പാപികളായിരിക്കെ ഒരു പാപവുമില്ലാത്തവൻ പാപം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കിടന്നു. ആർക്ക് പകരമായി? എനിക്ക് പകരമായി. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒരു വെളിപ്പാടാണ് കേട്ടോ. ഇതെല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുട്ടുവേദനയും പെടലിവേദനയും മാറാൻ വന്നവർക്കൊന്നും ഇത് കിട്ടത്തില്ല. ഇതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമ്മുടെ അകത്തോട്ട് കയറിയാൽ നമ്മളൊരു ക്രിസ്ത്യാനിയായി തീരും. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. മറ്റൊരുവന്റെ, അപരന്റെ ദുഃഖം അറിയാത്തവന്, അല്ലെങ്കിൽ ആ ദുഃഖം കണ്ടിട്ടും കടന്നു പോകുന്നവൻ ഇതൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചു. ആ സ്റ്റോറി ഇങ്ങനെയാ. 2 സുഹൃത്തുക്കൾ ഹിമാലയത്തിന്റെ മുകളിലേക്ക് നടന്നു പോവുക. മഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തിന്റെ മുകളിലേക്ക് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു. ഇത് കണ്ട ഉടനെ ഈ സുഹൃത്തുക്കളിൽ ഒരാൾ ചെന്ന് ഓടിച്ചെന്ന് അവനെ കോരിയെടുത്തു. അവൻ നോക്കി, ഒരു അനക്കവും ഇല്ല. ചെറിയൊരു ശ്വാസം മാത്രമുണ്ട്, ഒരു അനക്കവും ഒന്നുമില്ല. ഇവൻ കുറേ പ്രഥമ ശുശ്രൂഷകളൊക്കെ ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. ഇയാൾക്ക് ജീവൻ മടങ്ങി വരുന്നില്ല. കൊടും തണുപ്പിൽ ഈ മനുഷ്യൻ വീണ് കിടക്കുക. അപ്പൊ ഈ സുഹൃത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ സുഹൃത്ത് പറഞ്ഞു, അവനെ അവിടെ ഇട്ടേച്ചു വരൂ, അല്ലെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് തടസ്സമാകും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇയാളെ ഇട്ടേച്ചു വരാൻ തോന്നുന്നില്ല, കാരണം ഇയാളിൽ ജീവനുണ്ട്. ഇട്ടേച്ചു വരാൻ എനിക്ക് തോന്നുന്നില്ല. മറ്റേ സുഹൃത്ത് പറഞ്ഞു, ശരി, നീ എന്ത് വേണം ചെയ്ത്, ഞാൻ പോവാന്ന് പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും ഹിമാലയം കയറാനായിട്ട് തുടങ്ങി. കുറേ സമയം കഴിഞ്ഞു. മറ്റേ സുഹൃത്ത് വീണ് കിടക്കുന്ന ആ മനുഷ്യനെ ഒരുപാട് ശരീരത്തിലൊക്കെ നന്നായി തൂത്തു. പല വിധത്തിൽ ഇദ്ദേഹത്തെ എഴുന്നേൽപ്പാൻ ശ്രമിച്ചു, പക്ഷേ ഇദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. അവസാനം ഇയാൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ചിലപ്പോൾ മരിച്ചു പോകും, ഇവിടെ കിടന്നാൽ മരിച്ചു പോകും.
അവനെ തനിയെ ഉപേക്ഷിച്ച് പോകാനുള്ള മടി കാരണം ഈ മനുഷ്യൻ എന്ത് എന്നറിയാമോ? ആ വീണ് കിടന്നവനെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് തോളിലേക്ക് അങ്ങ് തൂക്കി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്ന് കയറുക, ആ ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് നടന്ന് കയറുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ തോളിൽ കിടത്തിയ മനുഷ്യന് ചെറിയൊരു ചലനം. ഇവൻ്റെ നെഞ്ചിലെ ചൂടടിച്ചിട്ട് അവൻ്റെ ഹൃദയം പമ്പ് ചെയ്ത് തുടങ്ങി. അവൻ ജീവനിലേക്ക് മടങ്ങി വന്നു തുടങ്ങി. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ ഹിമാലയം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തന്നെ വിട്ട് കടന്നുപോയ സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്ത് വഴിയിൽ വീണ് കിടക്കുക. ആ സുഹൃത്ത് വഴിയിൽ വീണ് കിടക്കുക. നോക്കണേ പ്രിയമുള്ളവരെ, വീഴ്ചകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം, തകർച്ചകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ വീണ് കിടക്കുന്ന ഒരുത്തനെ എടുത്ത് അവൻ്റെ നെഞ്ചിലേറ്റി നടന്നു പോകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽ നീ ചിന്തിക്കണമേ. ഹല്ലേലൂയ. യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ ഒരു മനുഷ്യനെ കള്ളന്മാർ പിടിച്ചു, ആക്രമിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി അവനെ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ടപ്പോൾ അതിലെ ഒരു ശമരിയക്കാരൻ വന്നു. ശമരിയക്കാരന് വേണമെങ്കിൽ കടന്നു പോകാമായിരുന്നു. തനിക്ക് മുമ്പായി വന്ന പുരോഹിതനെയും ലേവ്യനെയും പോലെ ഇദ്ദേഹത്തിനും കടന്നു പോകാമായിരുന്നു. എന്നാൽ അദ്ദേഹം കടന്നുപോയില്ല. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്തു നിന്നിറങ്ങി ആ വഴിയരികിൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്നവനെ എടുത്ത് തൻ്റെ വാഹനം മൃഗത്തിന്മേൽ കിടത്തി അവനെ കൊണ്ടുപോയി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. ആ ശമരിയക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയും എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. എന്താ ഇതിൻ്റെ പേരാ എമ്പതി. ഹല്ലേലൂയ. ഇത് 10% ആളുകൾക്ക് പോലും ഈ ഭൂമിയിലില്ലെന്നാ പഠനം. ഇന്ന് പകൽ ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. അപരന് പകരം എന്നെ സങ്കല്പിക്കുക, എൻ്റെ മുൻപിൽ നിൽക്കുന്നവന് പകരം എന്നെ സങ്കല്പിക്കുക. കർത്താവ് നമുക്ക് കാണിച്ചു തന്നു, അത് തന്നെയാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പ്രതിസന്ധിയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ തകർന്നു പോകരുതേ. ഒരു ദൈവിക വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. ഒരു വാഗ്ദത്തം ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുന്നതുവരെ ആ വാഗ്ദത്തം ചലിച്ചുകൊണ്ടിരിക്കും. എത്ര തീക്ഷ്ണമായ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും ആ വാഗ്ദത്ത നിവർത്തി നിന്റെ മേൽ തന്നെ ഉണ്ടാകും. അപ്പൊ കേവല സ്വപ്നം കാണുന്നവർക്ക് പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷേ ദൈവിക ദർശനങ്ങളെ കാണുന്നവന് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ഒരു ദൈവ പൈതലായതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ലേ? എൻ്റെ പാസ്റ്ററെ, അതിന് ശേഷമാണ് പ്രശ്നം മുഴുവൻ തുടങ്ങിയത്. നമ്മളോർത്ത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാ, പക്ഷെ അതിന് ശേഷം പ്രശ്നങ്ങളല്ല. എന്നിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവിടെ വന്ന് ചിരിച്ച മുഖത്തോടിരിക്കുന്നല്ലോ, നിങ്ങൾ ചിരിച്ചുകൊണ്ട് നടക്കുന്നല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ. അതിന്റെ കാര്യം എന്താ? അതാണ് ഈ മാർഗത്തിന്റെ പ്രത്യേകത. 7 മടങ്ങായി വർദ്ധിപ്പിച്ച തീച്ചൂളയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോഴും ശരീരത്തിലെ ഒരു രോമം പോലും കരിഞ്ഞു പോകാതെ, തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ നിനക്കതിനകത്തൂടെ നടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന വാഗ്ദത്ത സ്വപ്നങ്ങളാണ് നിന്റെ മേൽ കിടക്കുന്നതെങ്കിൽ അത് നിവർത്തീകരിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്, അത് നിവർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. നിന്റെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളുടെ 6 ഇരട്ടി മടങ്ങ് ദൈവം അത് മടക്കി തരും. ഇന്ന് പകൽ ഇതൊരു ദൂതായി അങ്ങ് ഏറ്റെടുത്തോ കേട്ടോ. ചിലരോട് ദൈവാത്മാവ് പറയുന്ന ദൂതായി ഇത്. ഹല്ലേലൂയ. ചില മുറിവുകളില്ലേ, അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് നിനക്കുണ്ടായ കയ്പുകളില്ലേ, സംഘം ചേർന്നുള്ള ഒറ്റപ്പെടുത്തലുകളില്ലേ, കരുതുമെന്ന് കരുതിയവർ കൈ കഴുകി മാറിപ്പോയ സന്ദർഭങ്ങളില്ലേ, എന്നാൽ അതിന്റെ നടുവിൽ നിന്നെ കൈവിടാത്ത ഒരുത്തനുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരുപാട് മുറിവുകൾ ജീവിതത്തിൽ നമുക്കുണ്ടാവാം. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നുള്ള കയ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സംഘം ചേർന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. കരുതുമെന്ന് കരുതിയവർ കൈ കഴുകിപ്പോയ സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഒന്നും ദൈവം നമ്മളെ കൈവിടത്തില്ല കേട്ടോ.
ദൈവം കൈവിടത്തില്ല. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ടാണ് ജോസഫിന്റെ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ട് കളഞ്ഞു, എല്ലാവരും അവനെ മാറ്റി നിർത്തി, ആരും ഒരു ദൈവം അവനോട് കാണിച്ചില്ല. പക്ഷേ ദൈവിക വാഗ്ദത്തം അവന്റെ മേൽ കിടപ്പുണ്ട്. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയില്ല, ആരും കൂടെയില്ല, കൂടെ നിൽക്കേണ്ടവർ പോലും നിങ്ങളുടെ കൂടെയില്ല. അവർ നിങ്ങളെ വിട്ട് മാറിപ്പോയി. സംഘം ചേർന്ന ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാ. ഇനി ഒരിക്കലും ഇവൻ രക്ഷപ്പെടില്ലെന്ന് നിങ്ങളെ നോക്കി പറഞ്ഞവരുണ്ട്. ഈ വാക്കുകളൊക്കെ ദൈവാത്മാവിനോട് പറയുന്നതുകൊണ്ട് ഞാൻ പറയുക. എന്നാൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ ആളുകളില്ലേ, സംഘം ചേർന്ന് ഒറ്റപ്പെടുത്തിയവരില്ലേ, അവരുടെ നടുവിൽ നിന്റെ തലയെ ഉയർത്തി ദൈവം നിർത്തുന്ന കാലം അതിവിദൂരമല്ലെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ഇന്ന് പകൽ ആ ദൂത് മനസ്സിലാകുന്നവർ സ്വീകരിച്ചോളൂ. ഹല്ലേലൂയ. ഇങ്ങനെ ചില ഇടങ്ങളിലൂടെ ദൈവം നമുക്ക് യാത്രകൾ അനുവദിക്കും. പക്ഷേ ഈ യാത്രകളിലെ കൽപ്പടവുകൾ ഓരോന്ന് കടന്ന് 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 നമ്മൾ കടന്നു വരുമ്പോൾ അവസാനം വാഗ്ദത്ത നിവർത്തിയിലേക്ക് നാം എത്തും. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. നിന്നെ പരിഹസിച്ചവരും നിന്ദിച്ചവരും കൊല്ലാൻ ശ്രമിച്ചവരും പൊട്ടക്കിണറ്റിലിട്ടവനും ഹല്ലേലൂയ എല്ലാം നിന്റെ മുൻപിൽ വന്ന് നിൽക്കും. എല്ലാം നിന്റെ മുൻപിൽ വന്ന് നിൽക്കും. ഉൽപ്പത്തി 50 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് ഹല്ലേലൂയ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജോസഫ് പൊട്ടക്കിണറ്റിൽ അവസാനിച്ചില്ല, പോത്തിഫറിന്റെ ഭവനത്തിൽ അവസാനിച്ചില്ല, കാരാഗൃഹത്തിൽ അവസാനിച്ചില്ല. ദൈവം നൽകിയ വാഗ്ദത്ത നിവർത്തീകരണത്തിന് ശേഷം 110 വയസ്സുള്ളവനായി ജോസഫ് മരിച്ചു എന്നാണ് പുസ്തകം അവസാനിക്കുമ്പോൾ പറയുന്നത്. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവം തന്ന വാഗ്ദത്തം നിവർത്തീകരിക്കാതെ നീ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. ഉറച്ചോ 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 ഉറച്ചോ. ഇന്ന് പകൽ നീ ഉറച്ചോ. ഇന്ന് പകൽ ആ വചനത്തിൽ നീ ഉറച്ചോ. നിന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പില്ലേ? അതിനെതിരായിട്ടുള്ള പ്രതിസന്ധികളല്ലേ ഇന്ന് ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? നീ എന്ത് വാഗ്ദത്തം കണ്ടോ അതിന്റെ നേരെ അഗനിസ്റ്റ് അല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ദൈവാത്മാവ് വിളിച്ചു പറയുക, വാഗ്ദത്തത്തിൽ നീ ഉറച്ചോ. അത് നിവർത്തിയാകാതെ നീ ഭൂമിയിൽ നിന്ന് മാറത്തില്ലെന്ന്. ദൈവത്തിന്റെ സ്വപ്നവാഹകർക്ക് എന്നും കനത്ത പോരാട്ടം ഉണ്ടായിരിക്കും. ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നോക്കിയോ, ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം അവരുടെ മേൽ കാണത്തില്ല. വാഗ്ദത്തം ഉള്ളവന് പോരാട്ടമുണ്ട്. മോശയിലൂടെ 25 ലക്ഷത്തെ വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ പിശാചുടനെ ആ പദ്ധതിയെ തകർക്കാൻ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ, ഹല്ലേലൂയ, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണമെന്ന് പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ഇസ്രായേല്യരുടെ കുടുംബങ്ങളിൽ മുഴുവൻ കണ്ണുനീർ പുഴകൾ ഒഴുകി. അവർ ഒരുപാട് വേദനിച്ചു. നൊന്തുപെറ്റ അമ്മ കുഞ്ഞിനെ കൊന്നുകളയുന്ന ദയനീയമായ കാഴ്ച ആ നാട് കണ്ടു. പക്ഷെ ദൈവം ഇത് എഴുതി വെച്ച് കേട്ടോ. ദൈവത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, ദൈവം ഇതെല്ലാം എഴുതി വെക്കും. ചില നാളുകൾ കഴിഞ്ഞപ്പോ മിസ്രയീമിലെ മുഴുവൻ ആദ്യജാതന്മാരും, അത് ജനിച്ച ഉടനെയല്ല, അവൻ്റെ കുറുമ്പും അവൻ്റെ കുട്ടിക്കളിയും എല്ലാം കണ്ട്, അവൻ്റെ യുവത്വം കണ്ട്, അവൻ്റെ സ്തോത്രം ഭാവി കണ്ട് അവൻ ഇങ്ങനെ നല്ലൊരു നിലയിൽ എത്തി നിൽക്കുമ്പോൾ പൊടുന്നനവേ മിസ്രയീമിലെ മുഴുവൻ ആദിജാതന്മാരും പിടഞ്ഞു വീണു മരിച്ചു. പക്ഷേ തൻ്റെ ജനത്തിൻ്റെ ഒരു ഭവനത്തിൽ പോലും സംഹാരദൂതൻ കേറിയില്ല. ദൈവം പറയോ, ഒരു കാലത്ത് നീ ഒത്തിരി കണ്ണുനീരൊഴുക്കിയില്ലേ, ഒരു കാലത്ത് നീ ഒരുപാട് വേദനിച്ചില്ലേ, നീ ഒരുപാട് ദുഃഖിച്ചില്ലേ, ആ വേദന എന്തെന്ന് അവനൊന്നറിയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ വളരെ രസകരമാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയിൽ സന്തോഷിക്കുന്ന ചിലരില്ലേ, നിന്നെ ഈ വേദനയിൽ കൊണ്ട് എത്തിച്ച ചിലരില്ലേ, നീ ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അവരെ ദൈവം അറിയിക്കും. അവരെ ദൈവം അറിയിക്കും.
ഒരു കുഞ്ഞിനെ നൊന്തു പെറ്റപ്പോ അതിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുന്ന കാഴ്ച ഒരു മാതാവിന് സഹിക്കാൻ പറ്റത്തില്ല, ഒരു പിതാവിന് സഹിക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, നീ അടങ്ങിയിരി, എൻ്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തും, എൻ്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തും. സംഭവിച്ചത് എന്താ? നാളുകൾ പലത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. മിസ്രയീമിലെ മുഴുവൻ ആദിജാതന്മാരും പിടഞ്ഞു വീണ് മരിച്ചപ്പോ അവന്റെ മാതാവും പിതാവും എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതേ വേദന ഇവനെ ഒന്ന് അറിയിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞെ, നീ തകർന്നു പോകരുത് കേട്ടോ. ഇപ്പം നീ ആയിരിക്കുന്ന പ്രതിസന്ധിയില്ലേ, നിന്റെ വീടിനകത്തെ പ്രതിസന്ധിയില്ലേ, നിന്റെ തലമുറകൾക്ക് നേരിട്ട പ്രതിസന്ധിയില്ലേ, നിന്റെ ജോലിയിൽ നേരിട്ട പ്രതിസന്ധിയില്ലേ, നിന്റെ ബിസിനസ്സിൽ നേരിട്ട പ്രതിസന്ധിയില്ലേ, ഇതോടെ നീ അവസാനിക്കില്ല കേട്ടോ. ഇതിനപ്പുറത്ത് ഒരു മഹത്വം നിനക്ക് വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. എത്ര പേർ വിശ്വാസത്തോടെ ആ ദൂത് സ്വീകരിക്കുന്നുണ്ട്? ദൈവം നിന്റെ മേൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ദൈവിക സ്വപ്നങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തലമേൽ കയറി ഓടുവാൻ അനുവദിക്കുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ദൈവിക സ്വപ്നങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തലമേൽ കയറി ഓടാൻ അനുവദിക്കുക എന്നൊരു അർത്ഥവും കൂടെയുണ്ട്. അതായത് വാഗ്ദത്തം ഉണ്ടോ നിന്റെ തലേ കയറാൻ ഒരുപാട് പേര് വരുമെന്ന്, വാഗ്ദത്തം ഉണ്ടോ നിന്റെ മുൻപിൽ പെരുവെള്ളം വരുമെന്ന്, വാഗ്ദത്തമുണ്ടോ നിന്റെ മുൻപിൽ തീ വരുമെന്ന്. എന്നാൽ ഇതിനൊന്നും നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുക, എങ്കിലും 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 നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നടത്തി. എല്ലാവരും ഓർത്ത് ഞങ്ങൾ തീർന്നു പോകുമെന്ന്, എല്ലാവരും ഓർത്ത് ഞങ്ങൾ അവസാനിച്ചു പോകുമെന്ന്. കാരണം ഞങ്ങളുടെ തലമേൽ കയറി ഓടി, ഞങ്ങൾ തീക്കകത്തൂടെ പോയി, ഞങ്ങൾ വെള്ളത്തിനകത്തൂടെ പോയി. അപ്പൊ എല്ലാരും പറഞ്ഞു അവസാനിച്ചു. തലമേൽ കയറി ഓടിയപ്പോഴേ പകുതി പേരും പറഞ്ഞു അവൻ തീർന്നു കേട്ടോ. തീർന്നില്ല. അപ്പൊ വേണ്ടേ, പെരുവെള്ളം വരുന്നു. അന്നേരം കുറച്ച് പേര് പറഞ്ഞു ഇതിനകത്ത് അവൻ തീരും. അവിടെയും തീർന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട തീ വരുന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു തലയിൽ കയറി ഓടിയപ്പോ തീരാത്തവൻ, വെള്ളത്തിൽ കോടി പോയപ്പോ തീരാത്തവൻ, വേണ്ട തീക്കകത്ത് അവൻ തീർന്നു പോകും. പക്ഷേ സങ്കീർത്തനക്കാരൻ പറഞ്ഞു തീരാൻ ദൈവം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നടത്തി. ഞങ്ങളുടെ മേലുള്ള ദൂത് എന്തായിരുന്നോ, ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തം എന്തായിരുന്നോ, ആ വാഗ്ദത്ത നിവർത്തിയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തിയെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവ പൈതലേ നിനക്ക് ഉറപ്പിക്കാം, നിനക്ക് ധൈര്യത്തോടിരിക്കാം, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ മാറിപ്പോകില്ല. ആ വാഗ്ദത്ത നിവർത്തികൾ നിന്റെ മേൽ വെളിപ്പെടും. പൊട്ടക്കിണറ്റിലേക്ക് വീഴാനും വിൽപ്പന വസ്തുവായി തീരുവാനും കാരാഗ്രഹവാസം വരിക്കാനും വാഗ്ദത്തമുള്ളവൻ സ്വയം തയ്യാറാകണം. ഹല്ലേലൂയ. അല്ലാതെ അവൻ പറയരുത് എനിക്ക് വാഗ്ദത്തമുള്ളത് അതുകൊണ്ട് പൊട്ടക്കിണറിന്റെ പരിസരത്ത് പോലും ഞാൻ പോകത്തില്ല പറയരുത്. അവൻ അറിയണം ദൈവം അറിയാതെ ഒരു പൊട്ടക്കിണറും വരത്തില്ല, ദൈവം അറിയാതെ ഒരു കാരാഗ്രഹവും വരത്തില്ല, ദൈവം അറിയാതെ ഞാൻ അടിമയാകില്ല, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാന്നേ. അവൻ വാക്ക് മാറാത്തവനാണെന്നേ. അവൻ അത്ഭുത മന്ത്രിയാണെന്നേ. അവൻ വീരനാം ദൈവമാണെന്നേ. അവൻ നിത്യ പിതാവാണെന്നേ. അവൻ സമാധാന പ്രഭുവാണെന്നേ. അവൻ ആരംഭവും അവസാനവുമാണെന്നേ. വെള്ളോടിന് സദൃശ്യമായി കാലുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിലവിളക്കുകളുടെ നടുവിലൂടെ നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി കടന്നു വരുന്നവനെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ ചെയ്ത വാഗ്ദത്തങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, അവൻ വിടുവിക്കുന്ന ദൈവമാ, അവൻ ഉയർത്തുന്ന ദൈവമാ, അവൻ മാനിക്കുന്ന ദൈവമാ, അവൻ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കനൽ വഴികൾ കടന്നു വരുമ്പോഴേ നിരാശപ്പെട്ടു പോകരുത് കേട്ടോ. എന്നോട് വാഗ്ദത്തം ചെയ്തവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ വിശ്വസ്തനാണെന്ന് ഉറപ്പിച്ചോണം. ഇവിടെ 4 കാര്യങ്ങളാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഒന്ന്, തലമേൽ കയറി ഓടാൻ
ഒരു ചെറിയ സംഘം, 10 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം യോസഫിന് നേരെ എഴുന്നേറ്റു. 2, ഇരുള് നിറഞ്ഞ പൊട്ടക്കിണർ അവൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. 3, വെളിച്ചമില്ലാത്ത ഒരു കാരാഗ്രഹം അവന് വേണ്ടി തുറക്കപ്പെട്ടു. 4, അപവാദ പ്രചരണങ്ങൾക്കായി പേരറിയാത്ത ഒരു പോത്തിഫറിന്റെ ഭാര്യയും എഴുന്നേറ്റ് വന്നു. നിങ്ങൾ നോക്കണമേ, ഈ 4 പ്രതിസന്ധികളാ വാഗ്ദത്തമുള്ളവൻ കടന്നുപോയത്. ക്രൈസ്തലോ, പ്രസംഗം കേൾക്കാൻ നല്ല സുഖമല്ലേ? ഇത് കേൾക്കാൻ നല്ല രസമല്ലേ? ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമോ? ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ, നിനക്ക് കഴിയും. കാരണം എന്താണെന്നറിയോ? നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, നിന്റെ മേലൊരു ദർശനമുണ്ട്, നിന്റെ മേലൊരു സ്വപ്നമുണ്ട്. അതുകൊണ്ട് നീ വഴിയിൽ പട്ടുപോകില്ല കേട്ടോ. അതുകൊണ്ട് നീ വഴിയിൽ അവസാനിക്കില്ല. പൊട്ടക്കിണറ്റിൽ തീർന്നു പോകത്തില്ല, കാരാഗ്രഹത്തിനകത്ത് നീ തീർന്നു പോകത്തില്ല. ഓ സ്തോത്ര, അപവാദ പ്രചരണങ്ങളിൽ നീ തീർന്നു പോകത്തില്ല. നിന്റെ തലമേൽ കയറി ഈ ലോകം മുഴുവൻ ഓടിയാലും നീ അവിടെ അവസാനിച്ചു പോകത്തില്ലെന്ന്, അതിനപ്പുറത്ത് നിനക്കൊരു മഹത്വം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവിക സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ അതിൻ്റെ നിവർത്തീകരണ കാലം വരെ ദൈവമായി അനുവദിക്കും. പക്ഷെ ഒടുവിൽ യോസഫ് പറയുന്ന ഒരു പദമുണ്ട്. 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ഉൽപ്പത്തി 50:20 ഒന്ന് വായിക്കുമോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. യോസഫ് തന്റെ സഹോദരന്മാരോട് അവസാന നിമിഷം പറയുന്ന, മിസ്രയീമിലെത്തിയ തന്റെ സഹോദരന്മാരോട് താൻ പറയുന്ന ഒരു പദമാ, ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. എവിടാ? നിങ്ങൾ ദോഷം വിചാരിച്ചല്ലേ എന്നെ പൊട്ടക്കിണറ്റിലിട്ടത്? നിങ്ങൾ ദോഷം വിചാരിച്ചല്ലേ എന്നെ അടിമയായി നിങ്ങൾ വിറ്റ് കളഞ്ഞത്? പക്ഷേ ദൈവമോ, യോസഫിന്റെ വാക്ക് കേട്ടേ, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ. ഇന്ന് ഞാൻ നിൽക്കുന്നത് പോലെ സകല ജനത്തിനും ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമായി തീർത്തു. യോസഫിന് പിണക്കമുണ്ടോ ആരുടെയിലും? വിഷമമുണ്ടോ ആരുടെയിലും? യോസഫിന് നന്ദിയുണ്ട്. നീ അന്ന് എന്നെ പൊട്ടക്കിണറ്റി ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു. നീ അന്ന് എന്നെ ദ്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നു. നീ എന്നെ തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നു. നന്ദിയുണ്ട്. അതുകൊണ്ട് ജോസഫ് പറയുക, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. കണ്ടോ, പ്രതിസന്ധികളെ ഗുണമാക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്തിരിക്കുന്ന ആളെ കയ്യെ പിടിച്ചൊന്ന് കുലുക്കിയിട്ട് പറഞ്ഞേ, നിന്റെ തകർച്ചകളെ ഗുണമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞേ. നിന്റെ തകർച്ചകളെ ഗുണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോൾ ഒത്തിരി തകർച്ചയിലല്ലേ ഇരിക്കുന്നേ, ഒത്തിരി നിരാശയിലല്ലേ ഇരിക്കുന്നേ, ഒരുപാട് വേദനയിലല്ലേ ഇരിക്കുന്നേ. ഇതിനെ ഗുണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിനെ ഗുണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ, 13 വർഷം ജോസഫ് ഈ ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നുപോയി. ആ 13 വർഷവും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിനെ ഗുണകരമാക്കുന്ന ഒരു ദൈവമുണ്ട്, ഇതിനെ ഗുണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഗുണം അവൻ കണ്ടത് 13 വർഷങ്ങൾക്ക് ശേഷമാ. പക്ഷേ ആ ഗുണം അവൻ അനുഭവിച്ചത് 80 വർഷമാ. നിങ്ങൾ കൂട്ടി നോക്ക്, 6 മടങ്ങിലധികം നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളുടെ 6 മടങ്ങിലധികം. ദൈവാത്മാവ് ആ വാക്ക് വീണ്ടും എന്നോട് പറയുക. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുക, നീ പലപ്പോഴും ചോദിച്ചില്ലേ, നിന്റെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ പ്രായം, നഷ്ടപ്പെട്ടു പോയ ആയുസ്, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ ജോലി, നഷ്ടപ്പെട്ടു പോയതെല്ലാം അതിൻ്റെ 6 മടങ്ങിലധികം ദൈവം നിനക്ക് തന്ന് നിന്നെ മാനിക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ ജീവിതത്തിൽ നഷ്ടമായതിന്റെ 6 മടങ്ങ് ദൈവം നിനക്ക് മടക്കി തരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനമേ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ച അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. ഈ പ്രതിസന്ധി കൊണ്ടൊന്നും നിങ്ങൾ തീരില്ല കേട്ടോ. ഈ പ്രതിസന്ധി കൊണ്ടൊന്നും നിങ്ങൾ തീരില്ല. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഞങ്ങൾക്ക് തന്ന ഒരു ദൂതുണ്ട്. അതായത് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയി.
വീഞ്ഞ് തീർന്നു പോയി. ആ വീട് വലിയ സങ്കടത്തിലായി. വിവാഹത്തിന് വീഞ്ഞ് തീർന്നു പോയവന്റെ വീട് എന്നറിയപ്പെടേണ്ട വീട് ഇന്നറിയപ്പെടുന്ന എങ്ങനെയാണെന്നറിയാമോ? വീഞ്ഞ് തീർന്നിടത്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കപ്പെട്ട വീടെന്ന് ഇന്നറിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ലജ്ജിതരായി തല താഴ്ത്തി നിൽക്കേണ്ട ആ വീട്ടുകാർ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് ദൂത് ശക്തമായിട്ട് വിളിച്ചു പറയുക. ഓ സ്തോത്രം. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നുപോയി. ഉടനെ കർത്താവ് എന്താ പറഞ്ഞേ? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നമ്മളതൊരു കലിപ്പ് ഭാഷയിലാണ് നമ്മൾ പലപ്പോഴും അത് പറയുന്നത്. കർത്താവ് അങ്ങനൊന്നും അല്ല പറഞ്ഞു. യേശു അമ്മയെ റിജക്റ്റ് ചെയ്തൊന്നുമല്ല. നിങ്ങൾ ആരാ സ്ത്രീയെ എന്നൊന്നും അല്ല ചോദിച്ചത്. അത് ആ കാലഘട്ടത്തിലൊരു കൾച്ചറാണ്. ആ കൾച്ചറിൽ തന്നെ യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നയാളാണ് ഞാൻ, അതിനകത്ത് അമ്മയുടെ ഇടപെടൽ എനിക്ക് വേണ്ട. ഇത്രയേ യേശു അവിടെ ഉദ്ദേശിച്ചുള്ളൂ. വേറെ അർത്ഥങ്ങളൊന്നും നമ്മളായിട്ട് അതിനകത്ത് ഉണ്ടാക്കണ്ട. അപ്പം യേശുവിൻ്റെ അമ്മ അവിടെ നിന്ന് ശുശ്രൂഷക്കാരോടൊരു വാക്ക് പറഞ്ഞു. പറഞ്ഞ വാക്ക് എന്തായിരുന്നറിയാമോ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. അതെന്തിനാ മറിയ പോയി ശുശ്രൂഷക്കാരോട് അങ്ങനെ പറഞ്ഞേ? മറിയയ്ക്കൊരു അനുഭവമുണ്ട്. എന്താണെന്നറിയാമോ? കന്യകയായിരുന്ന എന്നോടൊരു ദൂത്, നീ ഗർഭം ധരിക്കും. അപ്പൊ നിഷ്കളങ്കയായ ഞാൻ ചോദിച്ചു, പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ എന്നോട് ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാ: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആ അത്യുന്നതന്റെ ശക്തി നിന്റെ ഉള്ളിൽ ചില ക്രിയകൾ ചെയ്യും. ആ ക്രിയകൾ ഒരു കുഞ്ഞായി പുറത്തു വരും. ഒരിക്കലും നടക്കാത്ത കാര്യം നടക്കുമെന്ന് എന്നോട് പറഞ്ഞെങ്കിൽ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്താൽ അത് സംഭവിക്കും. കാരണം എന്തെന്നറിയാമോ? കന്യക ഗർഭിണിയാകുന്ന അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പച്ചവെള്ളം വീഞ്ഞാകുന്നത്. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ദൂത്? കന്യക ഗർഭിണിയാകുന്ന അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് പച്ചവെള്ളം വീഞ്ഞാകുന്നത്. പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പച്ചവെള്ളം വീഞ്ഞാകുന്നത്. കാരണം പച്ചവെള്ളവും വീഞ്ഞുമൊക്കെ തമ്മിൽ ഇച്ചിരിയേലുമൊക്കെ ബന്ധമുണ്ട്. കാരണം വെള്ളത്തിന് ജലാംശമൊക്കെ ഉണ്ട് വീഞ്ഞിനകത്ത്. പക്ഷേ കന്യകയും ഗർഭധാരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ലാത്തതിനെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ബന്ധമുള്ളതിനെ ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ലേ? അവനോട് പറയുക, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്തോണം. ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നിങ്ങളത് ചെയ്തോണം. കാരണം എന്താ? ഇവിടെ അത്ഭുതം നടക്കും, എനിക്ക് ഉറപ്പാ. കാരണം അത്ഭുതം കണ്ടവരാ ഞങ്ങള്, അത്ഭുതം കണ്ടവരാ ഞങ്ങള്. എന്തോ ഈ ദൈവദാസന്മാരൊക്കെ എത്ര ഉറപ്പോടെ പറയും, ധൈര്യമായിട്ടിരിക്കുന്നേ. ദൈവം അത്ഭുതം ചെയ്യുന്നു പറയുന്നത് എന്തുകൊണ്ടാ? ഇവർ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടവരാ, ഒത്തിരി വിടുതലുകൾ കണ്ടവരാ, ഒത്തിരി ദൈവ മഹത്വങ്ങൾ കണ്ടവരാ. അതുകൊണ്ട് അവർക്ക് നല്ല ഉറപ്പാ. അതുകൊണ്ട് മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തോണം. ചോദ്യം ചെയ്യരുത്, അതുപോലെ ചെയ്തോണം. അല്പം കഴിഞ്ഞപ്പോൾ യേശു എന്ന് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. ഈ കോരുന്നവനും സംശയമാണ്, വെള്ളം എന്തിനാ നിറയ്ക്കുന്നത്? അതും ഈ കൽപാത്രങ്ങളിൽ എന്തിനാ നിറയ്ക്കുന്നത്? അവൻ 1000 ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഒരൊറ്റ വാക്കിൽ അവൻ അതെല്ലാം മറന്നു. ഏതാ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തു. അവർ വെള്ളം കോരി നിറച്ചിട്ട് മാറി നിന്നു. ഇവര് മാറി നിൽക്കുമ്പോൾ വെള്ളത്തിനകത്തൊരു ചലനം ഉണ്ടായി. വെള്ളത്തിനകത്തൊരു ചലനം ഉണ്ടായി. വെറും പച്ചവെള്ളം വീഞ്ഞായി മാറിക്കൊണ്ടിരിക്കുക. അത് നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, നീ വെള്ളം കോരി കഴിഞ്ഞില്ലേ, ഇനി മാറി നിൽക്ക്, ഇനി നീ മാറി നിൽക്ക്, നീ കൈകെട്ടി നിന്നാ മതിയെന്ന്. ആ വെള്ളത്തിനകത്തൊരു ചലനം ഉണ്ടാകുമെന്ന്. ആ ചലനം വെള്ളത്തിന്റെ സ്ഥിതി മാറ്റുമെന്ന്, അതിന്റെ രൂപം മാറ്റുമെന്ന്, അതിന്റെ ഗുണം മാറ്റുമെന്ന്, അത് നുരഞ്ഞു പൊങ്ങുന്ന വീഞ്ഞായി മാറുമെന്ന്. ഇന്ന് പകൽ ആ ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. വർഷങ്ങൾ കുറെ ആയില്ലേ നീ നിന്ന് സഹിക്കുന്നു.
വർഷങ്ങൾ കുറെ ആയില്ലേ ഈ പ്രതിസന്ധികൾ നീ അനുഭവിക്കുന്നു. ഈ പ്രതിസന്ധി കൊണ്ട് നീ അവസാനിക്കില്ല കേട്ടോ. ഇവിടം കൊണ്ടല്ല നിന്റെ അവസാനം. യോസഫ് തീർന്നു പോയോ പൊട്ടക്കിണറ്റിൽ? ഇല്ല. കാരാഗ്രഹത്തിൽ വെച്ച് അവസാനിച്ചെന്നല്ലല്ലോ ചരിത്രം. ഇരുള് നിറഞ്ഞ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ജോസഫ് മരിച്ചു എന്നല്ല പുസ്തകം അവസാനിക്കുന്നത്. ജോസഫ് അവിടെ ഒന്നും അവസാനിക്കത്തില്ല. എത്ര ശ്രമിച്ചാലും ജോസഫിനെ അവസാനിപ്പിക്കാൻ പറ്റത്തുമില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജോസഫിനെ അടുത്ത രാജ്യത്തേക്ക് ദൈവം അയക്കും. സ്തോത്രം. ദൈവത്തിന് അതേ ജോസഫിനെ കുറിച്ച് അവരോട് പറയാനുള്ളൂ. ജോസഫിനെ നിങ്ങൾക്ക് വേണ്ടേ? ജോസഫിന് വേണ്ടി വേറൊരു രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ കേവലം ഒരപ്പന്റെ പുത്രന്മാരിൽ ഒരാളായിട്ടല്ല, അവിടുത്തെ മന്ത്രിയാക്കി ദൈവം എഴുന്നേൽപ്പിക്കുക അവനെ. കാരണം വാഗ്ദത്തം അവന്റെ മേൽ കിടക്കുക, വാഗ്ദത്തം അവന്റെ മേൽ കിടക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ നോക്കി വിളിച്ചു പറയുക, ഈ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത് അവിടെ കേവലം ഒരു മനുഷ്യനായി നിൽക്കാനല്ല, അവിടെ നിന്നെ ഉയർത്തി മാനിക്കാനാ. എവിടെയൊക്കെ നിന്നെ തകർക്കാൻ ശ്രമിച്ചോ ആ മേഖലകളിലൊക്കെ നിന്റെ തല ഉയർത്തി നിന്നെ നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ചില വ്യക്തികളോടായി വിളിച്ചു പറയുക. ഇവിടെ ജോസഫ് പറയുക, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നോക്കണേ, എന്ന് തലമേൽ കയറി ഓടിയവരെ നോക്കി ജോസഫ് പറഞ്ഞു. തലമേൽ കയറി ഓടിയില്ലേ സഹോദരന്മാര്? അവരെ നോക്കി ജോസഫ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു, നിങ്ങൾ എന്നെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കി. പക്ഷെ ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതി ഉണ്ടായിരുന്നു. അനേകരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് എന്നെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന പലരോടും ദൈവാത്മാവ് പറയുന്ന ദൂതാണ്, നിന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പിശാചൊരുക്കുന്ന പദ്ധതികളല്ല നടക്കാൻ പോകുന്നത്, മനുഷ്യരൊരുക്കുന്ന പദ്ധതികളല്ല നടക്കാൻ പോകുന്നത്. ദൈവം പ്രഖ്യാപിക്കുന്ന ചിലത്, ദൈവം വിചാരിക്കുന്ന ചിലത് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ നടക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. കാരണം കാരാഗ്രഹത്തിലും നീ ഏകനല്ല, പൊട്ടക്കിണറ്റിനകത്തും നീ ഏകനല്ല, ഒരു സ്ഥലത്ത് നീ ഏകനല്ല. അവിടെ എല്ലാം വാഗ്ദത്തം ചെയ്തവൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാക്കുമാറാത്ത ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകല്ലേ, തകർന്നു പോകല്ലേ. ഹല്ലേലൂയ. ഇതിനപ്പുറത്തൊരു മഹത്വമുണ്ട്, മഹത്വമുണ്ട്. അവൻ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും പോലെ എന്ന പോലെ ഞങ്ങൾ കടന്നുപോയി. അല്ലേ? നമുക്കൊക്കെ പറയാൻ ഒരു അനുഭവം ഇല്ലേ? മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. തീക്കകത്തൂടെയും വെള്ളത്തിനകത്തൂടെയും കടക്കുന്നത് പോലെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും ദൈവം ഞങ്ങളെ സമൃദ്ധിയിലേക്ക് എത്തിച്ചു. ഒരവസാനം, ഒരു ശുഭ പര്യവസാനമുണ്ട്. എല്ലാ ദൈവമക്കൾക്കും അവസാനം ഒരു ശുഭ പര്യവസാനമുണ്ട്. ഹല്ലേലൂയ. പൊട്ടക്കിണർ കൊണ്ട് തീരില്ല കേട്ടോ, കാരാഗ്രഹം കൊണ്ട് തീരില്ല കേട്ടോ. അതിനപ്പുറത്ത് നമുക്കൊരു മഹത്വമുണ്ട്, മഹത്വമുണ്ട്, മഹത്വമുണ്ട്. ആ മഹത്വം ദൈവം നമ്മുടെ മേൽ പകരാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ വാഗ്ദത്തം എന്നോടാണ്, ആ ദൂത് എന്നോടാണ്, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ആ കരങ്ങൾ ചേർത്തടിച്ച്